ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹുസ്കർണ സ്വാർട്ട്പിലിൻ 250 തന്നെയാണ്. അപ്പം നിങ്ങളിൽ ചിലരൊക്കെ ആവശ്യപ്പെട്ടതുപോലെ വണ്ടിയുടെ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം അതിന് പറ്റിയൊരു സാഹചര്യമുണ്ട്. വണ്ടിക്കകത്ത് ഇപ്പം പെട്രോൾ വളരെ കുറവാണ്. ഇത് കാണാം, നമുക്ക് റിസർവ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും വണ്ടിക്ക് എത്രത്തോളം മൈലേജ് കിട്ടും, എത്രത്തോളം നമുക്ക് ടാങ്ക് റേഞ്ച് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമുക്കെന്തായാലും തീരുന്നോടം വരെ ഒന്ന് ഓടിക്കാം. അപ്പോൾ തീർന്നു കഴിയുമ്പം നമുക്ക് ജസ്റ്റ് ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്ത് ഞാൻ 1 ലിറ്റർ പെട്രോൾ ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടാങ്കിലൊഴിച്ച് എത്രത്തോളം പോകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വണ്ടിയുടെ പെട്രോൾ ചെറുതായിട്ട് കട്ടാവുന്നുണ്ട്. കാരണം പെട്രോൾ ഇപ്പം തീരും. നോക്കാം എവിടെ വരെ പോകുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പം വണ്ടിയുടെ പെട്രോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടാങ്ക് വറ്റിച്ചിട്ടുണ്ട്. അപ്പം പെട്രോൾ ഓൾമോസ്റ്റ് തീർന്നു. നമുക്കിനി കൊണ്ടുവന്നേക്കുന്ന 1 ലിറ്റർ പെട്രോൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് എത്ര കിലോമീറ്റർ പോകുന്നുണ്ട് നോക്കാം. അപ്പം 1 ലിറ്റർ കുപ്പി നിറച്ചുള്ള പെട്രോൾ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്യാം. എത്ര പോകുമെന്ന് നമുക്ക് കൃത്യം അറിയാമല്ലോ. അപ്പം ട്രിപ്പ് നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര ദൂരം പോകുന്നുണ്ട് നോക്കാം. അപ്പം പെട്രോള് ഏകദേശം തീർന്നെന്ന് തോന്നുന്നു. നമ്മളിപ്പം 30.6 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ തീർന്നു തന്നെയാണോ നോക്കാം. ഒരു പൊടിക്ക് കിടപ്പുണ്ട്, പക്ഷെ ഏകദേശം തീർന്നു. അപ്പം ഹുസ്കർണ സ്വാർട്ട്പിലിൻ്റെ മൈലേജ് ടെസ്റ്റിലൂടെ 30-35 കിട്ടും. കാരണം ഇടയ്ക്കൊരു ചെറുതായിട്ടൊന്ന് റാഷായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട വന്നായിരുന്നു. മുപ്പത് 32 ആ റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ട്. എന്നാലും വളരെ നല്ലൊരു 250cc വണ്ടിയിൽ വളരെ നല്ലൊരു എക്കണോമി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് റാഷായിട്ട് ഓടിക്കേണ്ട വന്നു. അതല്ലായിരുന്നെങ്കിൽ ഒരു 35 റൗണ്ട് കിട്ടിയാനേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ വണ്ടിയുടെ മൈലേജ് എത്ര കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നിടം വരെ ബൈ.